ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ്. എവിടെ പോകുന്നതെന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. എന്തായാലും ഭയങ്കര പ്ലാൻ ചെയ്തിട്ടല്ല, പെട്ടെന്നാണ് ഇവിടെ പോകാൻ അവസരം കിട്ടിയത്. സാധാരണ ഇങ്ങനെ കിട്ടാറില്ല. നമ്മൾ കുറേ പ്ലാൻ ചെയ്താലും അത് മുടങ്ങി പോവാറൊക്കെയാണ് പതിവ്. രാത്രി 10:30-ക്കാണ് ഞങ്ങൾ ട്രെയിനിൽ കയറിയത്. ഒരു 2 മണിയായപ്പോഴേക്കും നമ്മൾ സ്ഥലത്തെത്തി. ഗുരുവായൂരേക്കാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഗുരുവായൂർ നിർമ്മാലയം തോന്നുന്നത്. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. കാരണം ഇതിന് മുന്നേ ഒക്കെ ഞാൻ എപ്പോഴും വരാൻ പോകുമ്പോൾ മുടങ്ങിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒട്ടും പ്രതീക്ഷിക്കാതെ നിർമ്മാലയം നല്ല സുഖമായിട്ട് തൊഴാൻ പറ്റിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഇതിലുള്ള ഒരാളുണ്ടായതുകൊണ്ട് നമുക്ക് പാസും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ക്യൂ ഒന്നും അധികം നേരം നിൽക്കേണ്ടി വന്നില്ല. നിർമ്മാലയം തൊഴുത് ഒരു 5 മണിക്കുള്ളിൽ ഞങ്ങൾക്ക് തൊഴുത് ഇറങ്ങാൻ പറ്റി. ആദ്യമായിട്ടാണ് ഇത്ര സുഖമായിട്ട് ഗുരുവായൂർ പോയി തൊഴാൻ പറ്റുന്നത്. ആ പാസ് കിട്ടുമെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിരുന്നല്ല. അപ്പോൾ എല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ഒരു 5 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ തൊഴുത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ടൈമിലും കുറേ കല്യാണങ്ങൾ, ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു 5 or 6 കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഉള്ള മുഹൂർത്തങ്ങളിൽ എന്തോരം കല്യാണം ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതുപോലെ ഡാൻസും ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു സ്റ്റേജിൽ. നല്ല രസമുണ്ടായിരുന്നു പിള്ളേരുടെ ഡാൻസ്, ഒരു രക്ഷയുണ്ടായില്ല. മൊത്തത്തിലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു. അന്നായിരുന്നു ഗ്യാസിൻ്റെ പ്രശ്നം കാരണം ഹോട്ടലൊന്നും ഉണ്ടാവാതിരുന്നത്. ഞങ്ങൾ ഫുഡൊന്നും കിട്ടില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഫുഡ് കിട്ടി. ഇന്ത്യൻ കോഫി ഹൗസ് തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അതേ ഞങ്ങൾ വടക്കുന്നാഥൻ്റെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെയും നല്ല സുഖമായിട്ട് തൊഴാൻ പറ്റി. അവിടെ തൊഴുതതിന് പാറമേക്കാവിലും കൂടി കയറി തൊഴുതിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. നെക്സ്റ്റ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ആവണങ്ങാട്ട് വിഷ്ണുമായ ദേവി ക്ഷേത്രത്തിലായിരുന്നു. ഇവിടെ ഞാൻ കുറേ റീൽസ് കണ്ടിട്ടുണ്ട് ഈ ഒരു അമ്പലത്തിൻ്റെ. അപ്പം എനിക്കുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു ഇവിടെ പോകണം എന്നുള്ളത്. അതെന്തായാലും ഇത്ര പെട്ടെന്ന് സാധിക്കും എന്ന് ഞാൻ വിചാരിച്ചതല്ല. ഇവിടെയും നല്ല സുഖമായിട്ട് തൊഴാൻ പറ്റി. ഇവിടെ ഞങ്ങൾ നട അടക്കണതിന് മുന്നെയാണ് ചെന്നത്. അപ്പോൾ തൊഴാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് സുഖമായിട്ട് തൊഴാൻ പറ്റി. അതിന് അവിടെ നിന്ന് തന്നെ ഞങ്ങൾക്ക് അന്നദാനം കഴിക്കാനുള്ള ഭാഗ്യം കൂടി ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു അമ്പലം ദർശനം വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.